മെയിനായിട്ട് ഓണം ബമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരെ അറിയിക്കാതിരിക്കുക. കാരണം ഒരിക്കൽ അറിയിച്ചതിൻ്റെ ഇത് ഞാൻ ഇപ്പം എനിക്കറിയാം എന്താണ്. ആ ക്യാഷ് ബാങ്കിൽ ഇടുക, എന്നിട്ട് 1 വർഷം ആ ക്യാഷ് നമ്മൾ ഒന്നും ചെയ്യരുത്. നമുക്ക് മാക്സിമം അത് കിട്ടുന്നത് 15 കോടി കിട്ടും. അതിനുശേഷം കേന്ദ്രത്തിലൊരു ടാക്സ് ഉണ്ട്, 3 കോടി അടുപ്പിച്ച് വരും. നമുക്ക് മെയിനായിട്ട് എല്ലാവർക്കും ക്യാഷ് കൈ കിട്ടിക്കഴിയുമ്പോൾ ഫ്രണ്ട്സുകളും കാര്യങ്ങളും അല്ല വേറെ രീതിയിലുള്ള ബിസിനസ് ചെയ്യാൻ അങ്ങനെ കുറേ ആൾക്കാർ വരും. നമ്മൾ മാക്സിമം ഒന്നിലും ചെന്ന് വിടാതിരിക്കുക. കാരണം ഇതിനു മുമ്പൊന്നും ഇവരാരും വന്നിട്ടില്ല. ഇപ്പോൾ വരുന്ന എന്തുകൊണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ട്, സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി പൈസയൊന്നും ഞാൻ വലുതായിട്ട് ചിലവാക്കാതെ ഞാൻ ബാങ്കിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ബന്ധുക്കൾക്കും കുറച്ച് ഫ്രണ്ട്സുകൾക്ക് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത മെയിനായിട്ട് ബാങ്കിലിട്ട പൈസ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്നേ ഉള്ളൂ. ഓണം ബമ്പർ അടിക്കാനുള്ള ട്രിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? ഈ 5-ൻ്റെ 0-ൻ്റെ എങ്ങനെയൊക്കെ ഫാൻസി നമ്പറും ചിലപ്പോൾ തുടർച്ചയായിട്ട് തന്നെ 3 നമ്പർ ഒരുമിച്ച് വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ. അനൂപിനെ ലോട്ടറി അടിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ ഓണം ബമ്പർ എടുത്തിട്ടുണ്ടോ? ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 4 ജില്ലയിലും ഓരോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കാരണം അടുത്ത പ്രൈസിന് ഇപ്പോൾ ഏത് ജില്ലയിലും നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ലല്ലേ. അല്ല, ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ പോയി നല്ല നമ്പർ കാണുമ്പോൾ ഞാൻ എടുക്കും.